വെൽക്കം ടു കൃഷ്ണ ഫാമിലി വൈബ്സ്. ഈ കാണുന്ന ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. മംഗലാപുരത്താണുള്ളത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 88 കിലോമീറ്റർ ഉണ്ടാവും മംഗലാപുരത്തേക്ക്. ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെ മാരേജാണ്. നമ്മൾ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ ഇതേപോലെ എത്ര പേര് റെഡി ആവാറുണ്ട്. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് എൻ്റർ ചെയ്തു. ആക്ച്വലി ഞാനിവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അവിടെ കല്യാണത്തിന് കുറേ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഡ്രസ്സിങ് രീതി അവരുടെ ഡിഫറെൻ്റാണ്. നമ്മളുടെ മീൻസ് കേരളത്തിലുള്ളത് കേട്ടോ ഉദ്ദേശിച്ചത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാവരും കല്യാണ പെണ്ണുങ്ങളെ പോലെ ഒരുങ്ങിയിട്ട്. അങ്ങനെ ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക്സൊക്കെ കുടിച്ച് ചെയറിൽ വന്നിരുന്നു. കുറച്ച് സമയമൊക്കെ കുട്ടികൾ അടങ്ങിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് ബോറടിക്കാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടിക്കളിക്കായിരുന്നു. ഒരുപാട് സമയം ചടങ്ങുകളുണ്ടായിരുന്നു അവിടെ. സ്റ്റേജിൽ കാണുന്ന ഈ തലപ്പാവ് വെച്ചിട്ടുള്ള ആളാണ് ഏട്ടൻ്റെ ഫ്രണ്ട്. ഏട്ടൻ്റെ കൂടെ ദുബായ് വർക്ക് ചെയ്യണതാണ്. വൈഫ് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഏട്ടനോട് അവരുടെ അമ്മ എവിടെയെന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. രണ്ടുപേരും കൊട്ടക്കലിപ്പിലാണ്. അവരെ പിടിച്ചു വെച്ചിരിക്കുമല്ലേ, അവർക്ക് പുറത്തേക്ക് ഇറങ്ങി ഓടണം. ലൈവായിട്ട് നാദസ്വരമൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഏട്ടൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ സ്റ്റേജിൽ കയറി കല്യാണ ചെക്കനെയും പെണ്ണിനെയും അനുഗ്രഹം കൊടുക്കുക. ഈ അരി ഇങ്ങനെ തലയിൽ കൂടി ഇടുന്ന ഒരു ചടങ്ങുണ്ട് അവിടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് കല്യാണത്തിന് വന്ന എല്ലാവരും ഈ ചടങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അരിയിട്ട് അനുഗ്രഹം കൊടുത്ത് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഫോട്ടോ എടുത്ത് കഴിഞ്ഞു എന്ന് ഓർത്ത് ഞങ്ങൾ തിരിയാൻ നോക്കിയപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ട് പറഞ്ഞു ആ ഫോണിലും കൂടി ഒരു ഫോട്ടോ എടുക്കണം എന്ന്. അങ്ങനെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ. പപ്പടം കണ്ടതുകൊണ്ട് ജഗന്നാഥ് അവിടെ അടങ്ങിയിരുന്നു. മോൾക്കാണെങ്കിൽ പനിയായത് കാരണം അവളൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. പനീർ അവളുടെ ഫേവറേറ്റാണ്. അത് ഞാൻ കൊടുത്തു നോക്കി, പക്ഷേ അതുപോലും അവൾ കഴിച്ചില്ല. ഫുഡ് ഐറ്റംസ് എല്ലാം കൂടെ മാംഗ്ലൂർ മാരേജ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണാൻ മറക്കല്ലേ. അതുവരെ ജെൻസിൻ്റെ തലയിൽ മാത്രമേ ഈ തലപ്പാവ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ലേഡീസിൻ്റെ കൂടെ കാണാം. അതിന് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അത് അങ്ങനെ ആദ്യം ഇത് പിടിക്കണേട്ടാ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പായസം, വോളിക്ക, ഐസ്ക്രീം, ലൈം സോഡ എല്ലാം എടുത്തുകൊണ്ട് വന്നു. ഐസ്ക്രീം കണ്ടപ്പോൾ മക്കൾ അടിയായിരുന്നു. അതാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരോടും ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി പോണത് ചെറിയൊരു പർച്ചേസ്, ഗോൾഡ് പർച്ചേസ്. മംഗലാപുരത്ത് തന്നെയുള്ള കല്യാൺ ജ്വല്ലേഴ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോഴേക്കും അച്ഛനും മോളും കൂളിംഗ് ഗ്ലാസ്സൊക്കെ എടുത്തു വെച്ചു. എനിക്കത് വെച്ചിട്ട് കണ്ണ് കാണുന്നില്ല. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വേഗം വെച്ചിട്ട് അപ്പോൾ തന്നെ ഊരിക്കളഞ്ഞു.
പിന്നെ എൻ്റെ വീട്ടിലേക്കും ഏട്ടൻ്റെ വീട്ടിലേക്കും വീഡിയോ കോളൊക്കെ ചെയ്ത് കുറച്ച് നേരം അവരോടൊക്കെ മിണ്ടി അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഗൂഗിൾ മാപ്പ് വെച്ചിട്ടാണ് പോകുന്നതെങ്കിലും ഇടയ്ക്ക് ഞാനൊന്ന് വഴി തെറ്റിച്ചു. അങ്ങനെ കുറച്ച് സമയം അധികം ഞങ്ങൾക്ക് ചുറ്റേണ്ടി വന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ കല്യാൺ ജ്വല്ലേഴ്സ് കണ്ടുപിടിച്ചു. കുറച്ച് ഓൾഡ് ഗോൾഡൊക്കെ കൊടുത്തിട്ട് മോനൊരു വളയും എനിക്കൊരു മാലയും വാങ്ങണമെന്ന് വിചാരിച്ചാണ് പോകുന്നത്. ഫസ്റ്റ് മോൻ്റെ വള തന്നെ നോക്കാമെന്ന് ഓർത്തു. കുറച്ച് സമയം ഇരുന്നപ്പോൾ രണ്ടുപേർക്കും ബോറടിക്കാൻ തുടങ്ങി. ജഗന്നാഥാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി പോകണം. അവന് ബോലെറോ പുറത്ത് കാണുന്നുണ്ട്. അത് കണ്ടപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോകണം. അവന് പുറത്തിറങ്ങാൻ വേണ്ടി സ്റ്റാഫ് സമ്മതിച്ചില്ല. അപ്പം അവൻ തിരിച്ചു പോന്നു. കുറച്ചിങ്ങ് പോന്നു കഴിഞ്ഞ് തിരിച്ചു അവൻ പറഞ്ഞ് ബൊലേറോ എൻ്റെയോ, എൻ്റെ ബൊലേറോ അങ്ങനെ പറഞ്ഞ് അവരടുത്ത് ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. എല്ലാവരും കൂട്ടച്ചിരിയായിരുന്നു. അങ്ങനെ ഞാൻ അവനെ പോയി വിളിച്ചുകൊണ്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാല വാങ്ങിച്ചിട്ട് താലി അതിലേക്ക് മാറ്റാമെന്ന് ഓർത്തതാണ്. കരിമണി മാലയിലാണ് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ഒരുപാട് കറുത്ത മുത്ത് വേണ്ടെന്നും ഓർത്തു. ഫൈനലി ഈ ഓൾഡ് ഗോൾഡൊക്കെ കൊടുത്തിട്ട് ഈ കാണുന്ന ചെയിന് ഞങ്ങൾ പർച്ചേസ് ചെയ്തു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.